അപ്പം നമ്മൾ ആ പോത്തിനെ കൊടുത്തിരിക്കുകയാണ്. ഈ വർഷത്തെ 2 പോത്തുണ്ടായിരുന്നു, 2നെയും കൊടുത്തിട്ടുണ്ട്. ഇക്കൊല്ലം നഷ്ടത്തിലാണ് പോയത്. കാരണം തീറ്റ ചിലവ് കൂടിപ്പോയി. പിന്നെ അതുപോലെ തന്നെ ഒരു പോത്ത് അത്ര ഉഷാറല്ല. അപ്പോൾ 2നും കൂടെ 1.5-നാണ് പോയിരിക്കുന്നത്. വലുതിന് അത്യാവശ്യം ഇനിയിപ്പോൾ വലിയ പെരുന്നാളിനൊരു 3-4 ആഴ്ചയുടെ ഉള്ളിൽ നിർത്തിയിരുന്നെങ്കിൽ ഒരു 1.20 കിട്ടിയാനെ. പക്ഷെ നമ്മൾ നോക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിപ്പോയി. അതുകൊണ്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഇടത് സൈഡിൽ നിൽക്കുന്ന ചെറിയ പോത്ത് ഇത്തിരി കല്ലനായിപ്പോയി. ഇല്ലായിരുന്നെങ്കിൽ നല്ലൊരു വളർച്ചയൊക്കെ കിട്ടിയാണ്. നോക്കി എടുത്തതിൻ്റെ ഒരു കുഴപ്പമാണ്. എന്നാലും സാരമില്ല, നമുക്ക് സാരമില്ല എന്നല്ല, നഷ്ടം തന്നെയാണ്. കാരണം കഴിഞ്ഞ കൊല്ലം ഇതേപോലെ ഒരു പോത്തിനെ ഒരു 4-5 മാസം നിർത്തിയിട്ട് ഇരട്ടി പൈസയ്ക്കാണ് വിറ്റത്. പക്ഷേ ഇപ്രാവശ്യം 4-5 മാസം നിർത്തുന്നതിന് പകരം നേരത്തെ വാങ്ങി. അതുകൊണ്ട് ഒരു 10 മാസം നിർത്തി തീറ്റ ചിലവ് കൂടി. ഇതിപ്പം വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം വലിപ്പമുണ്ടെന്ന് അറിയാക്കത്തില്ല. എന്നാലും അത്യാവശ്യം ഒരു പോത്ത് നല്ല വലിപ്പമുള്ളൊരു പോത്താണ്, നല്ല സൈസ് പോത്താണ്. വീഡിയോയിൽ ചെറുതായിട്ട് തോന്നിക്കുന്നുണ്ട്. മാത്രമല്ല ഇതിപ്പോൾ ഒരു കുഴിയിലാണ് നിൽക്കുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു നല്ലൊരു പോത്തായിരുന്നു ഒരെണ്ണം. പക്ഷെ ഒരെണ്ണം തീരെ പോരാ. മീൻസ് എടുത്തപ്പോൾ തന്നെ അബദ്ധം പറ്റിയെടുത്തതാണ്, കല്ലനാണ്. അപ്പം പോത്ത് വെള്ളത്തിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റിയുള്ള പോത്തിനെ എടുക്കുക. അല്ല ഈ ഒരു ചെറിയ പോത്ത്, ഈ നോക്കുന്ന പോത്ത്, ഈ പോത്തെന്ന് വെച്ചാൽ തീരെ കുഞ്ഞായിപ്പോയത്. വളരാത്തൊരു സൈസാണ്, പൊക്കാൻ വയ്ക്കത്തില്ല. നാടനും എന്തോ ക്രോസാണ്. നാടനും ഏതോ നല്ലതിനുമായിട്ട് ക്രോസ് ഉണ്ട്. പക്ഷേ നല്ല ഉരുണ്ട് കയറുന്നുണ്ട്. ഈയിടെയായിട്ട് കുറച്ച് തീറ്റയുടെ ഒക്കെ പ്രശ്നം വന്ന് ഉണക്കായതുകൊണ്ട് ക്ഷീണിച്ച് പോയി. എന്നാലും പോരാ, പൊക്കം വയ്ക്കത്തില്ല, നീട്ടവും ഇല്ല. ഒരു ഗുണ്ട് പോലെ ഇരിക്കുന്നൊരു പോത്താണ്. അപ്പം നമ്മളെപ്പോഴും വാങ്ങുമ്പോഴും നല്ല നീട്ടമുള്ളതും ഇടനീട്ടമുള്ളതും കാണാത്തിരി ഭംഗി തലയെടുപ്പുള്ളതും ആയിട്ടുള്ള എടുക്കുക. ഇതിപ്പം എപ്പോഴും കുരിഞ്ഞിരിക്കുന്നൊരു നാടൻ പോത്ത് തന്നെ, നാടൻ ക്രോസ് തന്നെ, അത്ര പോരാ. അപ്പം അതിൽ നല്ല രീതിയിൽ നഷ്ടം വന്ന്. അതുപോലെ തന്നെ തീറ്റ ചിലവ് എപ്പോഴും എൻ്റെ ഒരു അഭിപ്രായത്തിൽ 4-5 മാസത്തേക്ക് വേണ്ടി മാത്രം വളർത്തുക. 4-5 മാസത്തേക്ക് വേണ്ടി വളർത്തുക. അതും നല്ല വലിയതിനെ വാങ്ങുക. അത്യാവശ്യം ഒരു 2 വയസ്സ് കഴിഞ്ഞതിനൊക്കെ മേടിച്ച് നിർത്തി ഒരു 4-5 മാസം നിർത്തിയാൽ നമുക്ക് അത്യാവശ്യം ലാഭം കിട്ടും. അപ്പോൾ ഈ വർഷം നഷ്ടമാണ്. കാരണം ഇതിപ്പം വയലുണ്ട്, പക്ഷെ എന്തെന്ന് വെച്ചാലും നല്ല പുതയിലൊക്കെയാണ്, ഇറങ്ങാൻ പറ്റില്ല. അത്ര കഷ്ടപ്പെട്ട് 10 മാസം നോക്കിയിട്ട് നഷ്ടത്തിൽ തന്നെയാണ് പോയത്. നമുക്ക് നോക്കാൻ പറ്റാത്തൊരു സാഹചര്യമായി. ഇപ്പോൾ ഇതിപ്പോൾ വീഡിയോയിൽ ഇപ്പോൾ നമുക്ക് ചെറുതായിട്ട് തോന്നെങ്കിലും നല്ല സൈസും നല്ല വലിപ്പമുള്ള പോത്താണ്. 2 കൂടെ എങ്ങനെ ആയാലും 10-300 കിലോ വരും, 2 കൂടെ ഇറച്ചി. ഇപ്പം നഷ്ടത്തിലാണ്. സാരമില്ല. ഇനിയിപ്പോൾ അടുത്ത കൊല്ലം എല്ലാം നോക്കി തന്നെ എടുക്കത്തുള്ളൂ. അതായത് ഇപ്പം വലിയ പെരുന്നാളാണ് എപ്പോഴും നോക്കി കച്ചവടത്തിന് ബെസ്റ്റായിട്ടുള്ള സീസൺ. അപ്പോഴത്തേക്ക് വലിയ പെരുന്നാളിന് ഒരു 5 മാസം മുമ്പ്, അതായത് ഡിസംബർ ജനുവരി, ആ സമയം നല്ല ഉണക്കായിരിക്കും. അപ്പം നമ്മുടെ ഇവിടെ എന്ന് വെച്ചാൽ നല്ല വെള്ളത്തിനൊന്നും ഒരു പ്രശ്നമില്ല. നല്ല വയലൊക്കെ നല്ല പുല്ല് കയറി കിടക്കും. എല്ലാ ആളുകളും ഇവിടെ വന്നാണ് പുല്ലരിയുന്നത്. അപ്പോഴത്തേക്ക് പുല്ലിനൊരു പ്രശ്നമില്ല. അപ്പം ആ ഉണക്ക ടൈമിൽ പോത്തിന് നല്ല വില കുറഞ്ഞ് കിട്ടും. അപ്പോൾ അതിൽ ചെന്ന് വാങ്ങി ഇത്തിരി വലിയ നോക്കി വാങ്ങുക. ഒരു 2 വയസ്സിന് മുകളിൽ പ്രായമുള്ളതിനെ വാങ്ങിയിട്ട് ഒരു 5 മാസം നല്ല കട്ടിക്ക് തീറ്റ കൊടുത്താൽ, കൈത്തീറ്റ കൊടുക്കാതെ കയറത്തില്ല. എന്നാലും പ്രാവശ്യത്തെ പറ്റിപ്പോയെന്ന് വെച്ചാൽ കൈത്തീറ്റ ഓവറായിപ്പോയി. വിൽക്കേണ്ട സമയമായപ്പോഴത്തേക്ക് നമുക്ക് നോക്കാൻ പറ്റാത്തൊരു സാഹചര്യങ്ങൾ വന്ന് അങ്ങനെ പറ്റിപ്പോയതാണ്. അടുത്ത വർഷം നല്ല രീതി നോക്കി തകർക്കാം. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് ഉടനെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൂടെ തന്നെ ഇടുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബേഴ്സ് തീരെയില്ല, സബ്സ്ക്രൈബ് ചെയ്താൽ വളരെ ഉപകാരം. താങ്ക് യു. വലിയ സൈസുള്ളതിനെ നോക്കുന്ന സൈസ് ഒരു 10-40 ഉള്ളിൽ നോക്കട്ടെ. ഇപ്പോഴല്ല, ഇതൊക്കെ കഴിഞ്ഞിട്ട്.